ഹായ്. അപ്പോൾ നമ്മൾ പിന്നെ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓറൽ സ്റ്റിറോയിഡ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനാബോൾ എന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയുള്ളൊരു അതൊരു സ്റ്റിറോയിഡ് പെട്ട ഒരു സാധനം തന്നെയാണത്. പക്ഷേ അതൊരു ഓറൽ സ്റ്റിറോയിഡാണ്. മീൻസ് ഓറൽ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ടാബ്ലറ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാബ്ലറ്റുകൾ കഴിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഓറൽ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്, ഓറൽ ടൈപ്പിലുള്ള. അപ്പോൾ നമ്മുടെ ഈ ഓറൽ സ്റ്റിറോയിഡിനെക്കാട്ടിലും സേഫാണ് ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിറോയിഡുകൾ. അപ്പോൾ ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് ബോഡിയിൽ മസ്കുലറിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റിയിട്ട് ആണ് എത്തുന്നതെങ്കിലും മറ്റേത് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ കിഡ്നി ലിവറിനൊക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ്. ടാബ്ലറ്റ് വഴി ഞാൻ പറഞ്ഞിട്ടല്ലോ, അറിയാലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ മെയിൻ സാധനം. എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ടെസ്റ്റോസ്റ്ററോൺ. ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ഹോർമോണാണ്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ആ മെയിൽ ഹോർമോണുകൾ നമുക്ക് ഒരു 35+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഏജ് ആയിക്കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ നമുക്ക് ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ സാധനം നല്ല ബൂസ്റ്റാവും. ആ സമയത്ത് മാക്സിമം ബിൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. ആ സമയത്ത് സാധാരണ ആരും അതിന് നിൽക്കാറില്ല, വേറെ എന്തെങ്കിലുമൊക്കെ അലമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകും. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചിലരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 35+ ആയി കഴിഞ്ഞാൽ 40+ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ആ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എല്ലാവരുടെ ബോഡി ചേഞ്ചും കാണിച്ചു വരുന്ന ലക്ഷണങ്ങളാണ്, ബോഡിയിൽ കാണിച്ചു വരുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് ഫാറ്റ് കയറി വരിക, മീൻസ് തടി കൂടുക, മസിൽ ലോസ് ഉണ്ടാവുക. അതൊക്കെ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇഞ്ചെക്റ്റബിളാണ്, ഡേഞ്ചറാണ്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആവുന്നത് അവിടെ സ്റ്റോപ്പായിട്ട് പുറത്തുനിന്ന് സാധനം കയറ്റി തുടങ്ങുമ്പോൾ അവർ പറയും ഉള്ളിലത്തെ അവയവങ്ങളൊന്നും അതിന് വേണ്ടി രീതിയിലുള്ള ഹോർമോണുകളൊന്നും അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധനം കയറ്റി കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ടുള്ള ഹോർമോൺ അവിടെ സ്റ്റക്കാവും. അപ്പോൾ ഈ ഹോർമോൺ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും സൈഡ് എഫക്റ്റുകളുണ്ട്. സൈഡ് എഫക്റ്റുകളില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ മസിൽ മാസ് ബൂസ്റ്റ് ചെയ്യാനും മസിൽസിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഒരു മെയിൽ ഹോർമോണാണ്, മെയിൻ ഘടകമാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ 3-4 ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൈപ്പോണേറ്റ്, പിന്നെ പ്രൊപ്പോണേറ്റ്, എനാൻത്തിനേറ്റ്, അങ്ങനെയുള്ള ഒരു 3 ടൈപ്പ് ഇതുകളാണ് വരുന്നത്. ഈ ആദ്യം പറഞ്ഞ 2 സാധ്യത പ്രൊപ്പോണേറ്റും വാട്ടർ ബേസാണ്, കട്ടിങ് ടൈമിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. മറ്റേ സൈപ്പോണേറ്റും എനാൻത്തിനേറ്റൊക്കെ ഓയിൽ ബേസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു ബൾക്കിംഗ് ടൈമിലാണ് ആ സാധാരണ അതെല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ സസ്റ്റനോൺ ഉണ്ട്, സസ്റ്റനോൺ 250 ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സസ്റ്റൻ എന്നൊക്കെ പറയും, പല ഇതിലും വരുന്നുണ്ട്. സൈപ്പോ, എനാൻത്തിനേറ്റ്, ടെസ്റ്റ് പി, ടെസ്റ്റ് സി, സസ് 250 അങ്ങനെയൊക്കെ ആയിട്ടാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ ബോഡി ബൾക്ക് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് സൈപ്പോണേറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സൈപ്പോണേറ്റ് ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം 6 ദിവസത്തോളമൊക്കെ നമ്മുടെ ബോഡിയിൽ ആ സാധനം നിൽക്കും. അപ്പോൾ വീക്കിലി 1 ടൈം നമുക്ക് ഇഞ്ചെക്ട് ചെയ്താലും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനമാണ്, യൂസബിൾ ആയിട്ടുള്ള. ആൻറ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 ദിവസമൊക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ അത് നിൽക്കുള്ളൂ. അപ്പോഴേക്കും അത് ബോഡിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇറങ്ങിപ്പോകും. അപ്പോൾ അത് സൈക്കിൾ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് അതിനുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സംഭവവും നമ്മൾ ഒരു 1 ml വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ക്രിയേറ്റിൻ എന്ന് പറഞ്ഞ സാധനം അത് മസിൽ ബൂസ്റ്റ് ചെയ്യാനും മസിൽ ഗ്രോത്ത് വരാനും എല്ലാത്തിനും ഹെൽപ്പാക്കുന്ന സാധനമാണ്. ഡൈനാബോളും അതിന് പറ്റിയ സാധനമാണ്, ടെസ്റ്റോസ്റ്ററോൺ അതിന് പറ്റിയ സാധനം. എല്ലാം നമുക്ക് മസിൽസിൻ്റെ ഫോക്കസ് ചെയ്തിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് തുടങ്ങുകയാണ് നല്ലത്. അപ്പോൾ ഈ സൈപ്പോണേറ്റും അതേപോലെ തന്നെ നമ്മുടെ എനാൻത്തിനേറ്റ്, സസ്റ്റനോണൊക്കെ ബൾക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ടെസ്റ്റോസ്റ്ററോണിൽ പറ്റിയ നല്ല ഒരു ഐറ്റംസുകളാണ്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊരു കോച്ചിനെ കണ്ട് നമ്മൾ ബ്ലഡ് വർക്കൊക്കെ ചെയ്ത് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുമായിരിക്കും ബെറ്റർ. മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണുകൾ നമ്മൾ പുറത്തുനിന്ന് കയറ്റിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് സാധനം പ്രൊഡക്ഷനോടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അതിൻ്റെ ഗൈനോക്കോമസിറ്റി, അതിൻ്റെ സൈഡ് എഫക്റ്റ് ഗൈനോക്കോമസിറ്റി, നമ്മുടെ ഹാർട്ട്, പിന്നെ നമ്മുടെ കിഡ്നി, ലിവർ എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. മസിൽ മാസ് ഇവിടെ സൈഡിലുണ്ടാകുമ്പോൾ മുടി കൊഴിച്ചിൽ വരും, മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ കുറേ സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അപ്പോൾ ഒരു ബോഡി ബിൽഡിങ് ചെയ്യണം എന്നൊക്കെ വെച്ചെങ്കിൽ അതില്ലാതെ രക്ഷയില്ല. ഈ ടെസ്റ്റോസ്റ്ററോൺ എല്ലാത്തിൻ്റെയും മെയിൻ ഘടകമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറഞ്ഞ പോലെ ടെസ്റ്റോസ്റ്ററോൺ ഇല്ലാത്ത ഒരു സിറ്റോൾ സൈക്കിൾ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പെട്ടുന്ന ഐറ്റംസുകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ വിത്ത് ഡൈനാബോൾ വിത്ത് ക്രിയേറ്റിൻ നല്ലൊരു കോമ്പൗണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒപ്പം ഫസ്റ്റ് 1 by 1 ആയിട്ട് ചെയ്യുക നല്ലത്. ഒന്നായിട്ട് ഒറ്റയടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ നമുക്കിങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടെടുക്കുക എന്നല്ലാതെ ഒരു 3 മാസം ഒരു സൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം റെസ്റ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടെടുക്കാവും നന്നാവുക. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് ഇങ്ങനെ നമ്മളെ ബോഡിക്ക് ഒന്നായിട്ട് ലോഡ് കൊടുക്കാതെ കുറച്ചായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നിർത്തി കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ ഐറ്റംസുകൾ വേറെ ഡെക്ക് ഉണ്ട്, ബോൾഡിനോ ഉണ്ട്, പറ്റ സ്കെൽറ്റൽ ആൾക്കാർ ഡെക്ക്, അങ്ങനത്തെ പല ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ അതിനെ പറ്റിയിട്ടും അതിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മൾ 3 ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞു. ക്രിയേറ്റിൻ സ്റ്റാർട്ടിങ് തുടക്കം, സ്റ്റിറോയിഡിൽ തുടക്കമായിട്ട് ഡൈനാബോൾ, പിന്നെ ടെസ്റ്റോസ്റ്ററോണുകൾ. ഓക്കെ, പ്രൊപ്പോണേറ്റ് കട്ടിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നതാണ്, ബൾക്കിങ്ങിന് ഉപയോഗിക്കാറില്ല. അതിനായിട്ട് രണ്ടിനും പറ്റും, എന്നാലും ഓയിൽ ബേസാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ടെസ്റ്റോസ്റ്ററോണിനെ പറ്റിയിട്ട് ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിലുള്ളൊരു 3 സാധനങ്ങളാണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബൾക്കിങ്ങിന് ഈ ഒരു 3 സാധനം വെച്ച് തുടക്കക്കാരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. മറ്റേത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാനിതിപ്പോൾ കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തത്